ഈ വേദിയിലേക്ക് ആദ്യമായി മൈത്രിയുടെ സാരഥികളെ ക്ഷണിക്കാം. പ്രസിഡന്റ് ശ്രീ ഷിബു സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി ഷെരീഫ് ഇബ്രാഹിം, ട്രഷറർ കിരൺ, കൾച്ചർ സെക്രട്ടറി സന്തോഷ് കടമനിട്ട, വൈസ് പ്രസിഡന്റ് നാട്ടിലാണ്, ഇന്ന് സന്നിഹിതനല്ല അവിടെ. ആദ്യമായി എന്റെ കടമയിലേക്ക് കടക്കാം. സ്വാഗതം, ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സ്വാഗതം പറയുക എന്നതാണ് എന്റെ ഒരു കടമ. മൈത്രിയുടെ ഈ 2 പതിറ്റാണ്ടിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിലേക്ക് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ഈ സായാഹ്നത്തിലൂടെ നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത് 1996 സുമനസുകളായ ചില വ്യക്തികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉദിക്കുകയും അതിന് മൈത്രി എന്ന ഈ കാലഘട്ടത്തിന് ആവശ്യമായ നാമധേയം നൽകുകയും അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് അതിന്നു വരെ മുന്നോട്ട് നയിക്കപ്പെട്ടു. അതിൽ ചിലർ മൺമറഞ്ഞുപോയി. അവരുടെ കാൽപാദങ്ങളിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കൂടാതെ അവരിൽ ജീവിച്ചിരിക്കുന്ന മഹത് വ്യക്തികൾക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ടും എന്റെ ചടങ്ങിലേക്ക് കടക്കുന്നു. ജിദ്ദയിൽ ഈ കാലമത്രയും കലാരംഗത്ത് വളരെയധികം സംഭാവനകൾ നൽകാനും പല കലാകാരന്മാർക്കും കലാകാരികൾക്കും അവസരം നൽകാനും അതോടൊപ്പം പല നിരാലംബരായ വ്യക്തികൾക്കും രോഗികൾക്കും പ്രകൃതി ദുരന്ത ഘട്ടങ്ങളിലും സഹായ ഹസ്തമാകാൻ മൈത്രിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന ചാരിതാർത്ഥ്യത്തിലാണ് മൈത്രി ഇന്നിവിടെ നിലകൊള്ളുന്നത്. ഈ ദീർഘകാലമത്രയും മൈത്രിക്ക് തുടക്കം കുറിച്ചവർ മുതൽ പല വ്യക്തിത്വങ്ങളുമായി ചേർന്ന് നിർമ്മിച്ച് പ്രവർത്തിക്കാനും ഈ കഴിഞ്ഞ 2 വർഷമായി അതിന്റെ ജനറൽ സെക്രട്ടറിയായി നിലകൊള്ളാനും കഴിഞ്ഞതിൽ ഞാൻ വ്യക്തിഗതമായി വളരെ കൃതാർത്ഥനാണ്. മൈത്രിയുടെയും അതിലെ ഓരോ അംഗങ്ങളുടെയും പ്രത്യേകം ക്ഷണം സ്വീകരിച്ച് ഈ സായാഹ്നത്തിലൂടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ചെയ്യുക എന്ന എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ധർമ്മം, അതിലേക്ക് ആദ്യമായി അധ്യക്ഷൻ മൈത്രി പ്രസിഡന്റ് ശ്രീ ഷിബു സെബാസ്റ്റിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സമാരാധരായ ജിദ്ദയിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, രാഷ്ട്രീയ സാംസ്കാരിക സംഘടനാ പ്രതിനിധികൾ എന്നിവർക്കും ഈ ഘട്ടത്തിൽ സ്വാഗതം നേടുന്നു. അതിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഷെരീഫ് കുഞ്ഞ്, OICC ഗ്ലോബൽ സെക്രട്ടറി ശ്രീമാൻ ഗോപിനാഥ് നെടുങ്ങാടി, സമീക്ഷ ശ്രീ സേതുമാധവൻ, സമീക്ഷ ശ്രീ ജോഷി വർഗീസ്, OICC ജിദ്ദ റീജിയണൽ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ പത്തനംതിട്ട, ഷാജി ഗോവിന്ദൻ, ശ്രീ ഹാഷിം കോഴിക്കോട് എന്നിവർക്ക് പ്രത്യേകം ഈ അവസരത്തിൽ സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. കൂടാതെ ഇന്ന് മൈത്രിയുടെ ഈ കൾച്ചറൽ ഇവന്റ് ഞങ്ങളോട് സാമ്പത്തികമായി സഹകരിച്ച ബെസ്റ്റ് കാർഗോ, ബ്രദേഴ്സ് സൂപ്പർ മാർക്കറ്റ്, സെല ഫോർ പവർ ഓട്ടോമേഷൻ ആൻഡ് സേഫ്റ്റി സിസ്റ്റം സെലാപാസ്, ജോയ് ആലുക്കാസ് ജിദ്ദ, എയർലിങ്ക് കാർഗോ ഏജൻസി, ഗ്ലോബൽ ഫ്ലൈറ്റ് ആൻഡ് ഫോർവേഡിംഗ് സർവീസസ് എന്നിവയുടെ റെപ്രസെന്റേറ്റീവ്സിനും ഈ അവസരത്തിൽ സ്വാഗതം നേർന്നുകൊള്ളുന്നു. അടുത്തതായി മൈത്രിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബു സെബാസ്റ്റിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. എന്റെ ഈ കടമ ഇവിടെ പര്യവസാനിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അംഗങ്ങളെ, മൈത്രി അംഗങ്ങളെ, നമസ്കാരം. ഓരോ പ്രവാസിക്കും കൂട്ടായ്മ ആവശ്യമാണ്. തങ്ങളുടെ വിഷമതകളിൽ ഒരു തണലായും താങ്ങായും സന്തോഷത്തിൽ ആരവുമായും മുന്നേറുവാൻ സംഘടന നമ്മളെ സഹായിക്കുന്നു. ഇതാണ് പ്രവാസികൾ ഓരോരുത്തരും ഓരോ സംഘടനയിൽ അംഗമാകാൻ കാരണം. മലയാളി എവിടെയായാലും നാടിനെ മുറുകെ പിടിക്കുന്നു. തങ്ങളുടെ ഗൃഹാതിരുത്വത്തെ ഉണർത്തുവാനും
തങ്ങൾക്ക് ലഭിച്ച പിൻതലമുറയ്ക്ക് കൈമാറുവാനും അവർ ശ്രമിക്കുന്നു. മൈത്രി ഇന്ന് 19ാം വാർഷികം ആഘോഷിക്കുകയാണ്. സാധാരണയായി ആഘോഷാവസരങ്ങൾ കുടുംബങ്ങൾ ഒത്തുചേരുന്നു. അതുപോലുള്ള ഒരു സുദിനമാണ് മൈത്രി അംഗങ്ങൾക്ക് ഇന്ന്. കൂട്ടായ്മ പ്രവർത്തനമാണ് ഇന്നത്തെ കലാസന്ധ്യ. സൗദി അറേബ്യയിലെ ജിദ്ദയിലെ പ്രസിദ്ധമായ സംഘടനകളിൽ ഒന്നാണ് മൈത്രി. 19 വർഷത്തെ വളർച്ചയിലൂടെ ധാരാളം കലാകാരന്മാരെയും കലാകാരികളെയും സൃഷ്ടിച്ചു വലുതാക്കിയ മൈത്രി ഏത് മേഖലകളിലും മൈത്രി അംഗങ്ങൾ തങ്ങളുടെ കഴിവ് തെളിയിക്കുന്നുണ്ട്. വ്യക്തികൾ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ജാതിമത ഭേദമന്യേ കൈകോർത്ത് അണിനിരിക്കുന്ന മൈത്രി. അതിന് തെളിവാണ് നമ്മളുടെ ഇഫ്താർ, ക്രിസ്മസ്, ഓണാഘോഷങ്ങൾ. മൈത്രിക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന മറ്റു സംഘടനകൾ, രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, ഇവരെയെല്ലാം നന്ദിയോടെ ഈ സമയം ഞാൻ ഓർക്കുന്നു. ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ നിന്ന് അണിയിച്ചൊരുക്കിയ ഈ കലാവിരുന്ന് കൊച്ചു കലാകാരന്മാർ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ കാത്തിരിക്കുകയാണ്. നിരവധി വ്യക്തികളുടെ പരിശ്രമത്തിന്റെ ഫലമാണിത്. അതിന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. 3 വർഷം മൈത്രിയുടെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കുവാൻ കഴിഞ്ഞത് ഈ സമയം ഞാൻ ഓർക്കുന്നു. വേറിട്ട വ്യക്തിമുദ്രയുള്ള മൈത്രി ഇനിയും 100 ജന്മദിനങ്ങൾ ആഘോഷിക്കുവാൻ ഇടവരട്ടെ. അതിന് ശക്തമായ നേതൃത്വങ്ങൾ ഉണ്ടാവട്ടെ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഒരു കലാസന്ധ്യ നേർന്നുകൊണ്ട് മൈത്രിയുടെ 19ാം വാർഷികം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തൊരു ചടങ്ങ്. മൈത്രി എല്ലാ വർഷവും 2 വ്യക്തികളെ ആദരിക്കാറുണ്ട്. ജിദ്ദയിൽ അറിയപ്പെടുന്ന 2 വ്യക്തികളെ. അതിൽ ഈ വർഷം മൈത്രി ആദരിക്കുന്നത് മൈത്രിയിൽ തന്നെ 2 വ്യക്തികളെയാണ്. കലാവൈഭവം കൊണ്ട് മാത്രം ജിദ്ദയിൽ കലാ സാംസ്കാരിക സംഘടനകളുടെ ഇടയിൽ സുപരിചിതനായ നാടകങ്ങൾക്കും സ്കിറ്റുകൾക്കും പുതിയ മാനം നൽകി ദൃശ്യമാധ്യമത്തിൽ വരെയും ജിദ്ദയിൽ നിന്നും പ്രോഗ്രാം അവതരിപ്പിച്ചുള്ള ജിദ്ദയിൽ നിന്നും ഒരുപാട് നടന്മാരെയും നടിമാരെയും വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ അനിൽ നൂറനാട് അദ്ദേഹത്തെ വേദിയിൽ ക്ഷണിച്ചു പോകുന്നു. മറ്റൊരാൾ കഴിഞ്ഞ കാലങ്ങളിൽ മൈത്രിക്ക് വേണ്ടി ഒരുപാട് വ്യത്യസ്തങ്ങളായ ഡാൻസ് രൂപങ്ങൾ ക്രമീകരിച്ച് ഇപ്പോൾ മറ്റു കലാസംഘടനകൾക്ക് വേണ്ടിയും ഡാൻസുകൾ ചിട്ടപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മലയാളം ടീച്ചറുമായ ശ്രീമതി അമീർ ഷിബു വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ അനിൽ നൂർനാടിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിന് മൈത്രിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീമതി അമീർ ഷിബുവിനെ ആദരിക്കുന്നതിനായി ശ്രീമതി ലത ഉണ്ണി
അടുത്തതായി ശ്രീ അനിൽ നൂർനാട് നമ്മൾ രണ്ടുപേർ സംസാരിക്കുന്നതായിരിക്കും. ബഹുമാനപ്പെട്ട മൈത്രയുടെ പ്രസിഡന്റ്, എൻ്റെ അധ്യക്ഷൻ, മറ്റ് വേദിയിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സദസ്സിലിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മൈത്രിയിൽ ഞാൻ 2006 ജിദ്ദയിൽ വരുമ്പോൾ ആദ്യമായി ഞാൻ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു സംഘടനയാണ് മൈത്രി. അതെൻ്റെ മാതൃ സംഘടന, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനേക്കാളും വലുതാണ്. കാരണം എന്നെ പോലെ വെറും ഒരു വട്ടപൂജ്യമായ ഒരു വ്യക്തിത്വം, ആ വട്ടപൂജ്യത്തിന്റെ വട്ടത്തിനുള്ളിൽ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ചു പേര് ഒത്തുകൂടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൂട്ടായ്മയിലുണ്ടാകുന്ന വിജയം മാത്രമാണ് എനിക്ക് ഈ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് 1-2 പേരെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എനിക്കിവിടെ ഒരു നല്ല സുഹൃത്ത് വലയുണ്ട്, മറ്റ് സംഘടനകളിലായാലും മൈത്രിക്കുള്ളിലായാലും ഒക്കെ. എന്നിരുന്നാലും എന്നെ ഒരു പ്രോഗ്രാമിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്ന 2 വ്യക്തിത്വങ്ങളുണ്ട്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഞാൻ കുറച്ച് ഉൾവലിയുന്ന സമയത്ത് അല്ലേട്ടാ നിങ്ങളത് ചെയ്യണം, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു. മറ്റുള്ളവരെല്ലാവരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, അല്ലേട്ടാ പ്രോഗ്രാം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും എൻ്റെ കൂടെ ഇരുന്ന് നിങ്ങളത് ചെയ്യണം, ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്ന 2 വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊന്നും മറ്റാരുമല്ല, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മുസ്തഫ കാട്ടേരിയാണ്. അദ്ദേഹത്തിന് ഒരു കയ്യടി നിങ്ങൾ കൊടുക്കണം. പിന്നെ മറ്റൊരു വ്യക്തിത്വം നമ്മുടെ സലീം കൊല്ലം, ഇതെന്റെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. എന്നിരുന്നാലും ഈ 2 പേരെ മറന്നുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം കൊണ്ടാണ് ഞാൻ അത് തുറന്നു പറയുന്നത്. അതുപോലെ തന്നെ എന്നെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരുന്ന എന്റെ മക്കൾ 2 പേരാണ്. ഇപ്പൊ കുടുംബത്തിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും എന്റെ വ്യക്തി കുടുംബത്തിൽ നിന്നും എനിക്ക് ഇതുവരെ ഒരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. ഇന്നും എന്റെ അമ്മയും എന്റെ ഭാര്യയും ഇതിനെ ഞാൻ നാടകം ചെയ്യുന്നതിനെ എതിർക്കുന്ന 2 വ്യക്തിത്വങ്ങളാണ്. അതിൽ എനിക്ക് ഏറ്റവും ആശ്വാസമായി നിൽക്കുന്ന എന്റെ മക്കൾ 2 പേരാണ്. അവരിന്ന് ഇവിടെ ഇല്ല, അവർ നാട്ടിൽ നിൽക്കുകയാണ്, വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ ഒരു പ്രസംഗമല്ല ആരും ആഗ്രഹിക്കുമെന്ന് എനിക്കറിയാം. ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ സമയക്കുറവുണ്ടായിരുന്ന കാര്യം, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതേ സ്റ്റേജിൽ എൻ്റെ ഒരു 40 മിനിറ്റോളം വരുന്ന ഒരു നാടകം, പ്രവാസം എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു നാടകം ഒരുക്കിയിട്ടുണ്ട്. ആ നാടകം നിങ്ങൾ കാണുക. കൂടുതൽ സംസാരം, നമുക്ക് പ്രസംഗം അറിയില്ല, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനയിച്ച് കാണിക്കുക, ആരെ കൊണ്ടല്ലേ അത് ചെയ്യിപ്പിക്കാനോ കഴിയും. പിന്നെ അതുപോലെ തന്നെ എന്നോടൊപ്പം തന്നെ ഇവിടെ ആദരിക്കപ്പെട്ട നമ്മുടെ ആമീഷിബു, പുള്ളിക്കാരി ജിദ്ദയില് ഡാൻസിന്റെ തനത് രൂപങ്ങളിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായ രീതിയിൽ രൂപവും ഭാവവും ഒക്കെ മാറ്റിക്കൊണ്ട് ഒട്ടനവധി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കലാകാരിയാണ്. ടീച്ചറിന്റെ ഭാവി എല്ലാ പരിപാടികൾക്കും എൻ്റെ ആശംസകൾ ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഉപരിയായി ഞങ്ങളെയൊക്കെ വളർത്തുന്ന ഒരു സമൂഹമുണ്ട്. അതായത് ഞങ്ങൾ പറയുന്ന ഒരു ഡയലോഗിന് നിങ്ങൾ അടിക്കുന്ന കയ്യടിയാണ് വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഓരോ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള പ്രചോദനമായി വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടുകൂടി ഈ അനുമോദനം ഞാൻ ഏറ്റുവാങ്ങുകയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവരെയും ഞാൻ മനസ്സിൽ നമിക്കുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കുന്നതിനായി ശ്രീമതി അമീഷി ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. മറ്റു ഭാരവാഹികൾ, മൈത്രി അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്ന ഈ സമയത്ത് ഒട്ടും ഇതിന് ഞാൻ യോഗ്യനല്ല എനിക്കറിയാം. വേൾഡ് ഫേമസ് ജിദ്ദയിൽ അതിപ്രശസ്തമായ വ്യക്തിയൊന്നുമല്ല ഞാൻ. എങ്കിലും എൻ്റെ കുടുംബത്തിൽ നിന്ന് ഈ ഒരു അംഗീകാരം എനിക്ക് തന്നതിന് വളരെ നന്ദി പറയുന്നു. അതിന് മനുസ്മൃതിയിലെ ഒരു വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് പറഞ്ഞിട്ടെ, സ്ത്രീ സ്വാതന്ത്ര്യം അർഹത. സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, പക്ഷേ അത് സ്വതന്ത്ര അല്ലെന്നല്ല. ഓരോ കാലഘട്ടത്തിലും ഓരോരുത്തരുടെ സംരക്ഷണത്തിലാണ് സ്ത്രീ വളരുന്നത്. ചെറുപ്പകാലത്ത് പിതാവിൻ്റെ, ബാല്യകാലത്ത് പിതാവിൻ്റെ, യൗവനത്തിൽ ഭർത്താവിൻ്റെ, വാർദ്ധക്യത്തിൽ മക്കളുടെ.
ഈ അവസ്ഥയിൽ ഈ ജിദ്ദയിൽ എന്ത് ചെയ്യാൻ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് കഴിയില്ല. ഭർത്താവിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് മുന്നേറാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ. അപ്പോൾ എനിക്ക് എൻ്റെ മോൾ ചെറുതായിരുന്നു, പിന്നെ 10 വർഷത്തോളം എത്തിയതാണ്. നല്ലതായിട്ട് കഴിഞ്ഞിട്ട് 8 വർഷം ഞങ്ങൾ ജോയിൻ ചെയ്തു. ആ വർഷം തൊട്ട് അവർ ആദ്യം കൊണ്ടുവന്നത് ഒരു ചെറിയ നൃത്തരൂപത്തിലൂടെ എന്നെ നിർത്തുന്നു. പിന്നെ എല്ലാ വർഷവും എൻ്റെ ഒരു ചെറിയ സപ്പോർട്ട് ഈ മൈത്രി ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ അതിന് എൻ്റെ കുടുംബത്തിൽ നിന്ന് വലിയൊരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ എനിക്ക് തീർച്ചയായും നിങ്ങളുടെ മുന്നിൽ പരിപാടി അവതരിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഭർത്താവിന് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനൊരു അവസരം എനിക്ക് തന്ന ഈ മൈത്രി അംഗങ്ങൾക്ക്, കാരണം വേറെ സംഘടനകളിലേക്കാണ് ഞാൻ കടന്നിട്ടില്ല എങ്കിലും മൈത്രിയിൽ എൻ്റെതായ ചെറിയ കാര്യം അവതരിപ്പിക്കാൻ എനിക്ക് സാഹചര്യം ഒരുക്കി തന്ന മൈത്രി അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്ന സമയം. അതോടൊപ്പം ഇതൊരു വലിയ അംഗീകാരമായി ഓർമ്മിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പരിപാടി അവസാനിപ്പിക്കണം. വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ശ്രീമാൻ ഷെരീഫ് കുഞ്ഞിനെ ഒരു ആശംസാ പ്രസംഗത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ഷിബു, വേദിയിലിരിക്കുന്ന മൈത്രിയുടെ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, വലിയ പ്രസംഗത്തിലൂടെ തീരെ പ്രസക്തിയില്ല, സമയം വളരെ വൈകി. മൈത്രി എന്ന സംഘടന ജദ്ദയിലെ വളരെ കലാ സാംസ്കാരിക സംഘടനകൾ ഉണ്ടെങ്കിലും എണ്ണപ്പെട്ട സംഘടനകളുടെ കൂട്ടത്തിൽ ഒന്നാണ് മൈത്രി. കാരണം ഞാനിവിടെ ജദ്ദയിലെത്തിയിട്ട് 10-15 വർഷക്കാലമായി. ഈ കാലയളവിൽ ഒട്ടുവളരെ പരിപാടികളിൽ, മൈത്രിയുടെ പരിപാടികളൊക്കെ എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരിയായിട്ട് ജദ്ദയിലെത്തിയതിനു ശേഷം ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നതും ഞാൻ ഇതുപോലെ ഒരു മൈത്രിയുടെ ഒരു പരിപാടിയാണ്. നേരത്തെ വിൽസണമായിട്ട് ആ സംഭവം പങ്കുവെക്കുകയായിരുന്നു. 16 വർഷം മുമ്പ് ഹമാദ ഹോട്ടലിൽ വെച്ച് നടത്തിയ ഒരു പരിപാടിയിലാണ് ജദ്ദയിൽ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ട് കലാ സാംസ്കാരിക പരിപാടിയിൽ പങ്കെടുക്കുന്നത്, മൈത്രിയുടെ പരിപാടി. എന്തായാലും കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായിട്ട് ജദ്ദയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് തനതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ പ്രസ്ഥാനം നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ കലാരംഗത്തെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാനുള്ള അവസരമായി. അതോടൊപ്പം തന്നെ ഇന്ന് കലാരംഗത്ത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വളരെ പരിപാടികളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അനിലിനെ പോലുള്ളവർ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നാടകങ്ങളും സ്കിറ്റുകളും ഓട്ടംതുള്ളലുകളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ തന്നെയും ജദ്ദയിലെ സമൂഹം കലാ സാംസ്കാരിക രംഗത്ത് അവരുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ജദ്ദയെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരുണ്ട്, അറിയപ്പെടുന്ന പാട്ടുകാരുണ്ട്. അത് ഏത് രംഗത്തായാലും ശരി, കലാ സാംസ്കാരിക രംഗത്തായാലും ശരി, അതുപോലെ തന്നെ പിന്നെ ഫുട്ബോളിൻ്റെ കാര്യത്തിലായാലും എല്ലാ രംഗത്തും നമുക്ക് ഒരു നാട്ടിനെ ഒരു പരിച്ഛേദം എന്ന രീതിയിൽ ഇവിടെ നമുക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇതുപോലുള്ള സംഘടനകളാണ് അവർക്കൊക്കെ പ്രചോദനം നൽകുന്നത്. രണ്ടു പേർക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് ഇവിടെ ആദരിക്കപ്പെട്ട ശ്രീ അനിൽ ആൻഡ് മിസ്സസ് ഷിബു, രണ്ടുപേർക്കും എൻ്റെയും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയുടെയും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും നേർന്നു, മൈത്രിക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇനിയും ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ ജയിക്കാനും. അടുത്തതായി സമീക്ഷയുടെ പ്രതിനിധി ശ്രീ ഗോപി നെടുങ്ങാടി. സമാദരണീയനായ അധ്യക്ഷൻ, മൈത്രിയുടെ പ്രസിഡന്റ് ശ്രീ ഷിബു സെബാസ്റ്റ്യൻ, എൻ്റെ സുഹൃത്ത് ശ്രീ ഉണ്ണി തെക്കേടത്ത്, മറ്റ് സമുന്നതരായ മൈത്രിയുടെ നേതാക്കന്മാർ, ഇന്ന്
ആദരിക്കപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്ത് ശ്രീ അനിൽ നൂറനാട്, ശ്രീമതി ഷിബു സെബാസ്റ്റ്യൻ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, നമ്മുടെ കുട്ടികളും കുടുംബങ്ങളും അടങ്ങുന്ന അഭിനന്ദരായ സദസ്യരെ, ഇന്നത്തെ മൈത്രിയുടെ ഈ സമാഗമത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. അതുകൊണ്ട് തന്നെ മാനവരാശി പ്രകൃതിയുമായി ഒരു മൈത്രിയിലെത്തി സമരസപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു സൂചകമായിട്ട് ഞാനിതിനെ വായിച്ചെടുക്കുകയാണ്. ശ്രീമതി റേച്ചൽ കാർസന്റെ അതിപ്രശസ്തമായ പുസ്തകം സൈലന്റ് സ്പ്രിംഗ്, നഷ്ടവസന്തം എന്ന് പറഞ്ഞൊരു പുസ്തകം, ഇത് പ്രതിപാദിക്കുന്നത്, കാരണം നിങ്ങൾക്കറിയാം, വസന്തം നഷ്ടമാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥാന്തരം, ആധുനിക മനുഷ്യനെ ഏത് രീതിയിലാണ് ഇന്ന് പ്രകൃതി ഗ്രസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ ഒരു അവസരം കൂടിയാവുകയാണ്. കാരണം ആതുരവൃത്തങ്ങൾ, അതുപോലെ തന്നെ ഗ്രാമാന്തരങ്ങളിൽ നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന, അല്പം അതിശയോക്തിയോടുകൂടി പറയുകയാണെങ്കിൽ, ഓരോ ഗ്രാമത്തിലും അല്ലെങ്കിൽ മഹലുകളിലുമൊക്കെ ഒരു ഡയാലിസിസ് സെൻറ്റർ, കിഡ്നി ഡയാലിസിസ് സെൻറ്റർ, തൊട്ടടുത്ത് ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ, അതിൻ്റെ തൊട്ടടുത്ത് ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, തൊട്ടങ്ങേപ്പുറത്ത് ഒരു വൃദ്ധസദനം, പിന്നീടൊരു ആത്മീയ കേന്ദ്രം. ഈ രീതിയിൽ നമ്മൾ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന, എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു, ടെക്നോളജി, ശാസ്ത്രം ഒക്കെ ജയിച്ച മനുഷ്യൻ ഏത് രീതിയിൽ ഇങ്ങനെ ഭവിച്ചു എന്നുള്ളത് ചിന്തനീയമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ നമുക്കിത് ഓർമ്മിക്കാൻ അവസരമാവട്ടെ. മൈത്രി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തെന്നി പോയാൽ അപകടകരമാമിതം സംഗതി ഭവിക്കാനിരിക്കുകയാണ്. അതിൻ്റെ ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. കൂടെ വ്യക്തിപരമായി ഷരീഫ് സാർ പറഞ്ഞ പോലെ എനിക്കും ആദ്യമായി എൻ്റെ ഒരു സാമൂഹ്യ ജീവിതം എന്നുള്ള നിലയ്ക്ക് തുടങ്ങാൻ മൈത്രിയുമായിട്ടുള്ള സഹകരണം, വിശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരേല ചോറ് കിട്ടാറുണ്ട്, ഒരു വിളിക്കാറുണ്ട്, ഇതുപോലെ രണ്ടു പറയാനൊക്കെ അവസരം തരാറുണ്ട്. എൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വരും ദിനങ്ങളിലും എല്ലാവിധ ഭാവുകങ്ങളും, നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ കൈമാറ്റപ്പെടുകയും വളർന്നു വരുന്ന ഭാവിയിലേക്ക് പലതും അടയാളപ്പെടുത്തുകയും ചെയ്യുന്നൊരു വേളയാണ്. അത്തരുണത്തിൽ നിങ്ങളുടെ എല്ലാ ഭാവി പരിപാടികളും ഉത്തരോത്തരം വളരുമാവറാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഗോപിട്ട. ഇനി ഇവിടെ പല പ്രമുഖ വ്യക്തിത്വങ്ങളുമുണ്ട്. സമയപരിമിതി മൂലം എല്ലാവർക്കും ഒരു ആശംസാ പ്രസംഗത്തിന് അവസരം കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് അടുത്ത ചടങ്ങിലേക്ക് കടക്കുന്നു. ഇന്നിവിടെ മൈത്രിയുടെ ഈ കൾച്ചറൽ ഇവന്റിന് സാമ്പത്തികമായി സഹകരിച്ച സ്ഥാപനങ്ങളെ പരിചയപ്പെടുത്തുന്നതിനും അവരുടെ റെപ്രസെന്റേറ്റീവിനെ ഒന്ന് ആദരിക്കുന്നതിനും വേണ്ടി മൈത്രിയുടെ ട്രഷറർ ശ്രീ കിരണിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. മൈത്രിയുടെ ഈ വാർഷികത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പേരുകൾ വായിക്കുകയാണ്. ബെസ്റ്റ് കാർഗോ, ബ്രദേഴ്സ് സൂപ്പർ മാർക്കറ്റ്, സേല ഫോർ പവർ ഓട്ടോമേഷൻ, ജോയ് ആൽക്കാസ്, എയർലിങ്ക് കാർഗോ ഏജൻസി, ഗ്ലോബൽ ഫ്ലൈറ്റ് ഫോർവേഡ് സർവീസസ്. സലാബാസിന്റെ ആസിഫ് അഹമ്മദ്, അടുത്തതായി മൈത്രി കുടുംബാംഗങ്ങളിൽ നിന്നും 2014-2015 വർഷത്തെ 10th ക്ലാസ് ആൻഡ് 12th ക്ലാസ് റിസൾട്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക്
പ്രോത്സാഹനം എന്ന നിലയിൽ മൈത്രിയിൽ നിന്നും ഒരു ചെറിയ സമ്മാനം നൽകുന്നു. അവരെ പരിചയപ്പെടുന്നതിനായി മൈത്രിയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഷെരീഫ് ഇബ്രാഹിമിനെ ക്ഷണിച്ചു വന്നു. മൈത്രിയുടെ 19ാം വാർഷികത്തിൽ എത്തിയിട്ടുള്ള സമുന്നതരായ വ്യക്തിത്വങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മൈത്രി കുടുംബങ്ങളുടെ കുട്ടികളിൽ നിന്നും 10th 12th കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്കുള്ള സമ്മാനദാനം, ക്ലാസ് 10ലേക്ക് ഷെറിൻ സുനിൽ ജോസ് നൽകുന്നതിന് വേണ്ടി മൈത്രിയുടെ ഫൗണ്ടർ മെമ്പർ ബഷീർ ബാബുക്കുഞ്ഞിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർ നാട്ടിലായതുകൊണ്ട് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി സാബുവിനെ ക്ഷണിക്കുന്നു. ഈ സമ്മാനം ഡിസൈൻ ചെയ്തത് ലത സൂരജ്. അടുത്തതായി +2 എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങി ഐഷ നാംരിൻ. അത് നൽകുന്നതിനായി മറ്റൊരു മൈത്രിയുടെ ഫൗണ്ടർ ജോസ് സാമുവലിനെ സൂചിപ്പിച്ചു. ഐഷ്യൻ അമീർ. അത് ആ കുട്ടി ഇവിടെ ഇല്ലാത്തതിന് വേണ്ടി അത് നമ്മുടെ ഖാലിദിന്റെ മകൾ കൂടിയാണ്. അടുത്തതായി നമ്മുടെ പ്രോഗ്രാമിന്റെ കൊറിയോഗ്രാഫേഴ്സ് ശ്രീമതി ഉർമിള മേനൻ. സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ശ്രീമതി ഷമി അഷ്റഫിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. ശ്രീമതി ഊർമിള മേനോനെ പരിചയപ്പെടുത്താം. വളരെ കാലമായി മൈത്രിക്ക് വേണ്ടി ഡാൻസ് കളിച്ച് സഹകരിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ മിസ്സിസ് ഊർമിള മേനോൻ നമ്മുടെ മിസ്സിസ് സുധാ രാജുവിന്റെ മകൾ കൂടിയാണ്. എടുത്തു പറയേണ്ടത് മൈത്രിക്ക് വേണ്ടി സഹകരിച്ചിട്ടുള്ളത് 2008 മൈത്രിയുടെ 12ാം വാർഷികത്തിൽ ഭൂതപ്പാട്ട് എന്ന കവിതാ സമാഹാരത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിൽ പ്രധാന വേഷം അഭിനയിച്ചത് ശ്രീമതി ഊർമിളയായിരുന്നു. ഈ തരുണത്തിൽ ഇത് ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഒരു അപ്രീസിയേഷൻ കൂടിയായി ഈ അവസരം വിനിയോഗിക്കാൻ ഞാൻ വിനിയോഗിക്കുന്നു. അടുത്തതായി ശ്രേയ വിനോദിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അത് കൊടുക്കുന്നതിന് വേണ്ടി ശ്രീ മുഹമ്മദ് അഷ്റഫിനെ ക്ഷണിച്ചു കൊടുക്കുന്നു.
അടുത്തതായി ഹിബ അഷ്റഫ്. നൽകുന്നതിന് വേണ്ടി ജോസഫ് വിൻസൻ. അടുത്തതായി കൊറിയോഗ്രാഫി ഒപ്പന റംസിയ സിദ്ദിഖ്. നൽകുന്നതിന് വേണ്ടി ശ്രീമതി രജനി വിനോദ്. അടുത്തതായി റിദ ഫൈസൽ. നൽകുന്നതിന് വേണ്ടി സോണിയ സാബു. സൂരജ്. അടുത്തതായി സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ആഷിത ഷിബു. നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഉണ്ണി തെക്കേടൻ. ആഷിത ഷിബു. ഇപ്പോൾ ഈ നൽകിയ ഗിഫ്റ്റുകൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്തത് മൈത്രി കുടുംബത്തിൽ തന്നെ നല്ലൊരു കലാകാരി, അതിലപ്പുറം ഫാഷൻ ഡിസൈനിങ് ശ്രീമതി ലത സൂരജ്. ലത സൂരജിനെ വേദിക്ക് പരിചയപ്പെടുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ അനിൽ നൂർനാട് ലതയ്ക്ക് ഒരു ബൊക്കെ നൽകി ആദരിക്കുന്നു. അടുത്തതായി നമ്മുടെ കൾച്ചർ പ്രോഗ്രാംസ് ആരംഭിക്കുകയാണ്. പരിപാടികളെ കുറിച്ച് ചെറിയൊരു വിശദീകരണത്തിനായി മൈത്രിയുടെ കൾച്ചർ സെക്രട്ടറി ശ്രീ സന്തോഷ് കടമറ്റനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മൈത്രിയുടെ കുറേയേറെ വിഭവങ്ങൾ ഇവിടെ നമ്മൾ അവതരിപ്പിക്കുകയാണ്. സമയം ഓൾറെഡി 1 മണിക്കൂറോളം നമ്മൾ ലേറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അധികം സമയം വേസ്റ്റ് ആക്കാതെ തന്നെ നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുന്ന കുറേയേറെ നല്ല പ്രോഗ്രാംസ് മൈത്രി കുടുംബാംഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ചവെക്കുന്നുണ്ട്. അതിൽ ഡാൻസ്, പാട്ട്, നമ്മുടെ അനിലേട്ടൻ അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു ലഘുനാടകം, പിന്നെ
ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും കുറെ ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഒരു ട്രൈബൽ ഡാൻസും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ വളരെ കൊഴുപ്പേറിയതാണ്. ആരും തന്നെ പോകാൻ പാടില്ല. എല്ലാ പരിപാടികളും കണ്ട് ആസ്വദിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. ഉടനെ തന്നെ നമ്മുടെ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവർക്കും ഈ സദസ്സിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മുടെ കൾച്ചർ പ്രോഗ്രാംസ് ആരംഭിക്കുന്നു. അതിനായി വേദി കൾച്ചർ കമ്മിറ്റിക്ക് കൈമാറുന്നു.